ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പോയത് മൺട്രോതുരുത്തിക്കാണ്. മൺട്രോതുരുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐലൻഡാണ്. അത് കൊല്ലം ജില്ലയിലാണ്, അഷ്ടമുടി കായലിലാണ്. അപ്പോൾ ഇതേപോലെ ഇവിടെ കുറേ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടാവും. മീൻ വളർത്തുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ തൊട്ടിപ്പുറത്ത് കാണുന്നത് അഷ്ടമുടി കായലും. അപ്പോൾ അതിൽ നമുക്കൊരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാമ്പ്രാണിക്കുടി എത്തും. അവിടെയാണെങ്കിൽ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റും. ഇവിടെയും ഇറങ്ങിയൊക്കെ നടക്കാൻ പറ്റും. നല്ല കാറ്റുണ്ട് ഗൈസ് ഇവിടെ, അതുകൊണ്ട് നല്ല രസമുണ്ട്. പക്ഷേ നല്ല മുട്ടങ്കാട്ടം വെയിലാണ്. ഞങ്ങൾ എത്തിയത് നല്ല ഉച്ചയ്ക്കായിരുന്നു, അതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല കരിഞ്ഞിരിക്കുകയായിരുന്നു. വരണവരെന്തായാലും ഒരു കുട എടുത്ത് കയ്യിൽ പിടിക്കാൻ മടക്കണ്ട. ഞങ്ങൾ കുട എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞങ്ങളത് നിവർത്തിയില്ല എന്നുള്ളൂ. ഞങ്ങൾ ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് വന്നിരുന്ന് കറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ ഞങ്ങൾ വൈകിട്ട് കയറാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തിയോണ്ട് ഇവിടെ അങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ തലക്കോടെ മറ്റേ കോട്ടിട്ടുകൊണ്ട് നടക്കുകയാണ് ഗൈസ്. നല്ല വെയിലാണ്. പിന്നെ അത് വലിയമ്മ തൊപ്പി വെച്ച് വരുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സമയമായപ്പോൾ ഞങ്ങളങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ബോട്ടിൽ കയറാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ബോട്ടിക്കുള്ള ചേട്ടനാണ് ആ പോണത്. ആ ചാക്കിലുള്ളത് വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ ലൈഫ് ജാക്കറ്റാണ്. നമുക്ക് ലൈഫ് ജാക്കറ്റ് ഇടാണ്ട് പോകാൻ പറ്റില്ല. ലൈഫ് ജാക്കറ്റ് ഇട്ടില്ലെങ്കിൽ അവിടെ പോലീസ് ഉണ്ടാവും, പോലീസ് പിടിക്കുന്നതാണ് ആൾ പറഞ്ഞത്. വെള്ളത്തിലും പോലീസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ ബോട്ടിലെത്തി ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ പ്രകൃതിയുടെയൊക്കെ ഭംഗി കാണാം. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. ഞങ്ങള് തിരുവനന്തപുരം, ഇവര് ചാലക്കുടി കലഹമണിയുടെ സ്ഥലം. അവരൊന്നും ബോട്ടെല്ലാം ഇങ്ങനെ കേറിയിട്ടൊന്നുമില്ല. ആ സൈഡിൽ പോവോ? അപ്പുറത്ത് സ്കൂലൊക്കെ ചെല്ലുമ്പോ കാണുന്നത് പാലം കണ്ടല്ലോ. അവിടെ ചെല്ലുമ്പോ വെള്ളത്തിനകത്തിരിക്കണം. അകത്തിരിക്കണേ. അവിടെ ചെന്നിട്ട് പിന്നെ നിൽക്കല്ലേ. അവിടെ ചെന്നിട്ട് നോക്കാനേ ഇരിക്കരുത്. കൈ സൈഡിൽ പിടിക്കാതെ വെള്ളം അല്ല, നമ്മൾ പാലത്തെ ചെല്ലുമ്പോൾ കൈ സൈഡിൽ വെക്കരുത്. കൈ സൈഡിൽ പിടിക്കരുന്ന് വലിച്ചാ മതി. വീഡിയോ എടുക്കുന്നുണ്ട്. തലമുട്ടയും കേട്ടോ, എഴുന്നേക്കരുത് കേട്ടോ, പറയുമ്പോൾ എഴുന്നേക്കാവുള്ളൂ. ഇത്രയും കുനിയുണ്ട്. ആള് താമസം കുറവല്ലേ? താമസമുണ്ട്, അത് ഓരോ ഏരിയയിലുണ്ട്. ട്രെയിൻ പോണതിന്റെ ചുറ്റുമൊക്കെ ഉള്ള വീടുകളൊക്കെ എല്ലാം അടഞ്ഞു കിടക്കുന്നതാണല്ലോ. ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്നത്. വെള്ളം കയറുന്ന വെള്ളം കയറി ഭൂമി താന്നു പോയതുകൊണ്ട് ആൾക്കാരെല്ലാം നല്ല കരകളിലോട്ട് മാറി. കാടും പടലും കൂടെ ഒക്കെ ഉള്ളത്.
ഉണ്ട്